ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് പത്മകുമാർ ജാമ്യ ഹർജി സമർപ്പിച്ചത്. കൊല്ലത്തുനിന്ന് സൂര്യഗായത്രി വരുന്നു. സൂര്യഗായത്രി, ഗുഡ് മോർണിംഗ്. അപ്പോൾ തന്ത്രി 40 ദിവസം പൂർത്തിയായപ്പോഴേക്കും ഇപ്പോൾ 90 ദിവസം എടുത്തില്ല, ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്നു. ഇതിപ്പോൾ കുറ്റപത്രവും ഇല്ല, അഡീഷണൽ താൽക്കാലിക കുറ്റപത്രമോ ഇടക്കാല കുറ്റപത്രമോ ഒന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവിക ജാമ്യം എന്ന ക്ലെയിം ഉറപ്പായും പത്മകുമാറിനും ഉണ്ട്. ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് പ്രവിത. ഇന്നിപ്പോൾ കഴിഞ്ഞ നവംബർ 20-ാം തീയതിയാണ് കട്ടിളപ്പാളി കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പത്മകുമാർ അറസ്റ്റിലാകുന്നത്. അതിനുശേഷം ദ്വാരപാലക ശില്പ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ കട്ടിളപ്പാളി കേസിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് പത്മകുമാർ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അതുപോലെ തന്നെ എൻ വാസുവിനും ഒക്കെ സ്വാഭാവിക ജാമ്യം അനുവദിച്ച് നൽകിയ അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് കട്ടിളപ്പാളി കേസിൽ എ പത്മകുമാർ നൽകിയ ജാമ്യ ഹർജി, അതിൽ സ്വാഭാവിക ജാമ്യം പത്മകുമാറിന് ലഭിക്കും. പക്ഷെ അതേസമയം തന്നെ ദ്വാരപാലക ശില്പ കേസിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് പത്മകുമാറിന് ജയിൽ മോചിതനാകാൻ കഴിയില്ല എന്നുള്ളതാണ്. ദ്വാരപാലക ശില്പ കേസിലും 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായി. അതിന് ജാമ്യാപേക്ഷ നൽകിയാൽ മാത്രമേ അത് ജാമ്യം ലഭിച്ചാൽ മാത്രമേ പത്മകുമാറിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും SIT ഇപ്പോഴും ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങൾ ഉൾപ്പെടെ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സ്വർണ്ണ കവർച്ച സമയത്ത് പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പത്മകുമാറിന്റെ അറിവോടെയാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളത് എന്നുള്ള മൊഴിയാണ് ദേവസ്വം ബോർഡിലെ അംഗങ്ങളൊക്കെ തന്നെ പത്മകുമാറിനെതിരെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന് ഇന്നിപ്പോൾ ജാമ്യം ലഭിക്കും, പക്ഷേ ജയിൽ മോചിതനാകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ശങ്കർദാസും ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ട്.